ഹേ ഗൈസ്, എന്തൊക്കെ ശേഷം സുഖമാണ് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്നും മെസ്സേജുകൾ വന്നു തുടങ്ങി. എന്തായി നമ്മുടെ ഓപ്പർച്യൂണിറ്റി കാർഡ്, ഇന്നാണല്ലോ അത് ലോഞ്ച് ചെയ്യുന്നത്, എന്തായി എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അത് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്തായി, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും. സോ നിങ്ങൾക്ക് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓപ്പർച്യൂണിറ്റി കാർഡ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി എന്താണ് നെക്സ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ കൊച്ചി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യാം. വീഡിയോയിലോട്ട് സ്വാഗതം. ഫസ്റ്റ് തന്നെ നമുക്ക് ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് കിടക്കാം. ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് ഒരുപാട് ആൾക്കാർക്ക് യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹമുണ്ട്. വളരെ വളരെ ആഗ്രഹത്തോടു കൂടി പല ഏജൻറ്റിനും കൊണ്ട് പൈസ കൊടുത്ത് പൈസ പോയിരിക്കുന്നവരുണ്ട്. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നോളജുള്ള എക്സ്പീരിയൻസ്ഡുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ വിദേശത്തേക്ക് പോകാനായിട്ട് ഒരു എൻട്രിക്ക് വേണ്ടി പല വഴികൾ തേടുന്ന ആൾക്കാരുണ്ട്. അതിനുവേണ്ടി എൻട്രി കിട്ടാതിരിക്കുമ്പോൾ സ്റ്റുഡൻറ്റ് വിസയും കാര്യങ്ങൾ എടുത്തു പോകുന്നവരുമുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അത് മാത്രമല്ല, ഈ യൂറോപ്യൻ കൺട്രീസിൽ പഠിക്കാൻ പോയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസിന് ഇപ്പോൾ അവസാന നിമിഷമായിരിക്കും ജോലി കണ്ടെത്തണം അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകണം എന്ന സിറ്റുവേഷനിൽ ഇരിക്കുന്നവർക്കും ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി കാർഡ് ഒരു ദൈവദൂതനെ പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് നമുക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ജോബ് സീക്കർ വിസയാണ്. നമുക്ക് എല്ലാ യൂറോപ്യൻ കൺട്രിയിലേക്കും ജോബ് സീക്കർ വിസകൾ കൊടുക്കാറുണ്ട്. 6 മാസത്തെ ജോബ് സീക്കർ വിസയ്ക്ക് കൊടുക്കാറ്. പക്ഷേ അതിൻ്റെയൊക്കെ എൻട്രി ക്രൈറ്റീരിയ വെച്ചിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, കിട്ടാനും ചാൻസ് കുറവാണ്. ഇല്ലെങ്കിൽ 6 മാസം കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലി കണ്ടെത്തൽ ബുദ്ധിമുട്ടാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 6 മാസത്തിന് പോകുന്ന സമയത്ത് നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള പെർമിഷനും ഇല്ല. പക്ഷേ ഓപ്പർച്യൂണിറ്റി കാർഡിനകത്ത് എൻട്രി ക്രൈറ്റീരിയ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കിട്ടും. എല്ലാവർക്കും തന്നെ ഒരു പോയിന്റ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് പോയിന്റ് കിട്ടുവാണെങ്കിൽ, ഒരു 6 പോയിന്റ് അല്ലെങ്കിൽ ഒരു 8 പോയിന്റ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ലാവിഷായിട്ട് നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഒരു ഏജൻസിക്കും ഒരു പൈസ കൊടുക്കാതെ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് വിസയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ജർമ്മനിയുടെ ആ ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ വെബ്സൈറ്റ് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരാളുടെയും ഹെൽപ്പ് വേണ്ട. നമ്മൾ ഈ പറഞ്ഞ CID മ്യൂസിക് പറയുന്ന പോലെ എൻ്റെ വണ്ടി തള്ള ഞാൻ തന്നെ മതി എന്ന് പറയുന്ന പോലെ, എൻ്റെ വണ്ടി തള്ള ഒരു തെണ്ടിയുടെ ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ സ്വന്തമായിട്ട് ഓപ്പർച്യൂണിറ്റി കാർഡ് അപ്ലൈ ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് പേർക്ക് വലിയ ഇഷ്ടമായി. ഒരുപാട് പേര് ആ വീഡിയോയ്ക്ക് ശേഷം എന്തായി ഓപ്പർച്യൂണിറ്റി കാർഡ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഞാൻ എലിജിബിൾ ആണ്, ഞാൻ എൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്തു, എൻ്റെ എലിജിബിലിറ്റി കാൽക്കുലേറ്റർ പ്രകാരം എനിക്ക് 6 പോയിന്റ് ഉണ്ട്, 8 പോയിന്റ് ഉണ്ട്. ചിലവർക്ക് എനിക്ക് പോയിന്റ് ഒന്നുമില്ല, എനിക്ക് കിട്ടുന്നില്ല, എലിജിബിൾ അല്ല എന്ന് പറയുന്നവരുണ്ട്. സോ എല്ലാവർക്കും കൂടിയുള്ളൊരു വീഡിയോ ആണ്. ഫസ്റ്റ് നമുക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ മനസ്സിലായി, ഒരു ജോബ് സീക്കർ വിസയാണ്. 12 മാസത്തെ വിസ. ഈ വിസ കാലയളവിൽ നിങ്ങൾക്ക് 20 അവേഴ്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ അവിടുത്തെ ഷോർട്ടേജ് അനുഭവപ്പെടുന്ന ഫീൽഡുകളിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ്. കാരണം ജർമ്മനിയിൽ ഒരുപാട് നിയമങ്ങളിൽ ഇളവുകൾ വരുത്തിയിട്ടുണ്ട്, ഇന്ത്യക്കാർക്ക് എസ്പെഷ്യലി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒരു ജോബ് കണ്ടെത്തുക എന്നുള്ളത് ഇപ്പോൾ ഒരു IT-കാർക്കും ഒരു എഞ്ചിനീയർ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. മറ്റുള്ളവർക്കൊക്കെ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു 6 മാസം 1 വർഷം കാലയളവിനകത്ത് ജോലി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ലാംഗ്വേജ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 101% ഞാൻ എഴുതി തരാം. നിങ്ങൾ ജോലി ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ ഓക്കെ. മറ്റുള്ളവർക്ക് IT-കാർക്ക് പിന്നെ പറയേ വേണ്ട, അവർക്ക് എങ്ങനെയെങ്കിലൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ജോലി 1 വർഷത്തിനകത്ത് കിട്ടാതിരിക്കില്ല. ഫാമിലി ആയിട്ട് പോവാം ഈ ഓപ്പർച്യൂണിറ്റി കാർഡിനകത്ത്. അതാണ് മറ്റൊരു എന്താ പറയുക, ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം. ഓക്കെ. ഇനി കുറേ ആൾക്കാർക്ക് കാൽക്കുലേറ്റർ അങ്ങനെ യൂസ് ചെയ്യാൻ അറിയില്ല. ജസ്റ്റ് കാൽക്കുലേറ്റർ ഒന്നും ചെയ്യാനില്ല. ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ വെബ്സൈറ്റ് എടുക്കുക. ആ വെബ്സൈറ്റിൻ്റെ താഴത്ത് തന്നെ നിങ്ങൾക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മെയിൽ വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് വെബ്സൈറ്റിൽ തന്നെ കാണിക്കും നിങ്ങൾക്ക് 5 പോയിന്റ് ഇല്ലെങ്കിൽ 6 പോയിന്റ്, നിങ്ങൾക്ക് 8 പോയിന്റ് ഉണ്ട് എന്നൊക്കെ കാണിക്കാം. ഫാമിലിയെ കൊണ്ടുപോകാം. അതായത് നിങ്ങളുടെ വൈഫും വൈഫിനെ കൊണ്ടുപോകും. വൈഫും ഇതേപോലെ എലിജിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വൈഫിനും കിട്ടും 1 പോയിന്റ് എക്സ്ട്രാ. ഓക്കെ. അപ്പോൾ ആ 1 പോയിന്റും കൂടി നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ 6, 7, 8 പോയിന്റ് ഒക്കെ കിട്ടും. നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അതായത് ഒരു ഏജൻസിക്ക് ഒരു പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്കീമാണ്. വീഡിയോയ്ക്ക് കൂടുതൽ കിടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ചെറുപ്പക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നാട്ടിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, IT-കാർ, എഞ്ചിനീയേഴ്സ്, ഇപ്പോൾ ITI-കാർ, പോളിടെക്നിക് ഡിപ്ലോമക്കാർ, ഇവരൊക്കെ മെസ്സേജ് അയച്ചിട്ട് യൂറോപ്പിലേക്ക് പോകണം,
ഏതെങ്കിലും ഒരു വഴി, എങ്ങനെയെങ്കിലും വഴി എന്നൊക്കെ പറയുന്നവർക്ക്, ഇനി എൻ്റെ അടുത്ത് ചോദിക്കുന്നവർക്ക് ഒറ്റ വഴിയെ ഞാൻ പറഞ്ഞു തരുള്ളൂ, ഓപ്പർച്യൂണിറ്റി കാർഡ്. ഇപ്പോൾ ഇതിനകത്ത് പലരും എലിജിബിൾ അല്ല എന്ന് പറഞ്ഞു വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എലിജിബിൾ ആവാവുന്ന കേസേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്കും അത് എലിജിബിൾ ആവാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ യൂറോപ്പിലേക്ക് പോകാനുള്ളൊരു ചാൻസും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അൺസ്കിൽഡ് ജോബ് നോക്കി ഏതെങ്കിലും ഏജൻസിക്ക് കൊണ്ട് പൈസ കൊടുത്ത് തട്ടിക്കപ്പെട്ട് തട്ടിപ്പിലേരിയായിട്ട് അവിടെ എവിടെയെങ്കിലും ഇരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. കഷ്ടപ്പെടണം. എന്തിനെങ്കിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ളവർക്ക് ഇതിനെയും കാട്ടി കുറച്ച് ഈസി ആയിട്ടുള്ള വിസ ഇല്ല. നമുക്കറിയാം YPS, യങ് പ്രൊഫഷണൽ സ്കീം, ഇന്ത്യക്കാരുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് UK നടക്കുന്നത്. അത് ഒരു ലോട്ടറി സിസ്റ്റം ആണെങ്കിൽ ഇത് ഒരു പോയിന്റ് ബേസ് സിസ്റ്റമാണ്. ഇതിനകത്ത് ലിമിറ്റേഷൻ ഇല്ല. അതിന് 3000 ആൾക്കാരെ പോകാൻ പറ്റുള്ളൂ. ഇതിനകത്ത് അങ്ങനെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല. നിങ്ങൾക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒരു ITI ക്വാളിഫിക്കേഷൻ ഓർ പോളിടെക്നിക് ഡിപ്ലോമ എന്തെങ്കിലും ഉണ്ടെങ്കിലും, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എലിജിബിളായി. പിന്നെ വേണ്ടത് നിങ്ങളുടെ ഏജ് ഒരു 40 താഴെയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. 40 താഴെയൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല മാർക്ക്, പോയിന്റ്സ് കിട്ടും. ഒരു 2 പോയിന്റ് 1 പോയിന്റ് ഒക്കെ കിട്ടും. പിന്നെ ലാംഗ്വേജ് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ വളരെ ലിറ്റിൽ, അതായത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ലിറ്റിൽ, A1 ലിറ്റിൽ എന്നുള്ള രീതിയിൽ. അതായത് ജർമ്മൻ ലാംഗ്വേജ് ഏറ്റവും ബേസിക്. നിങ്ങൾക്ക് കുറച്ച് ദിവസം ക്ലാസ്, 1 മാസം ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. A1 പഠിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് B2 അതൊന്നും ചോദിക്കുന്നില്ല, ഒരു C1 ഒന്നും ചോദിക്കുന്നില്ല. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് B2, അത് ഏറ്റവും ബേസിക് ലാംഗ്വേജ് ആണ്. ഇത് രണ്ടെണ്ണം നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോയിന്റ് മിസ്സാവുന്നതായിരിക്കാം. ഒന്നും നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടാവും, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ലാംഗ്വേജ് ഉണ്ടാവും. ലാംഗ്വേജ് എടുക്കുക, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. വളരെ കുറച്ച് ലാംഗ്വേജുകളും. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് നിങ്ങൾക്കൊരു 12,000 യൂറോളം നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കണം. ഏകദേശം ഒരു 10-11 ലക്ഷം രൂപേൻ്റെ അടുത്ത് നിങ്ങൾ അക്കൗണ്ടിൽ കാണിക്കണം. അക്കൗണ്ടിൽ കാണിക്കുന്ന ഫണ്ട് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അത് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് അവിടെ ചിലവിന്, ഇപ്പോൾ ജോലി കിട്ടുന്നവരെ ചിലവിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് എമൗണ്ട് നിങ്ങൾക്ക് ഒഴിവാക്കാനും വഴിയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ജോബ് 20 ഹവേഴ്സിൻ്റെ ജോബ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ ജോബിൻ്റെ ഓഫർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബ്ലോക്ക്ഡ് അക്കൗണ്ടിനും ആവശ്യമില്ല. അപ്പോൾ ഇത്രയും സുതാര്യമായ രീതിക്കുള്ള ഒരു വിസ സ്കീം ഇതുവരെ ഒരു യൂറോപ്യൻ കൺട്രി ഇഷ്യൂ ചെയ്തിട്ടില്ല. ഇതിനകത്ത് നമ്മുടെ എല്ലാവരും കയറിപ്പോണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എസ്പെഷ്യലി IT, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ, മാനേജ്മെൻറ്റ് ജോബ്, അതുപോലെ ഡ്രൈവേഴ്സ്. ഇപ്പോൾ അത്യാവശ്യം ഗ്രാജുവേഷനൊക്കെ ഉള്ള ആൾക്കാർക്കൊരു ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഹെവിയൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഓപ്പർച്യൂണിറ്റി ആണ്. ഇതൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, വേറെ ഡൗട്ടില്ല. ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്ത് ജർമ്മനി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ഞാനും ഇന്ന് ട്രൈ ചെയ്തു. അത് സ്ക്രീനിൽ കാണുന്നത് എനിക്ക് കിട്ടിയ പോയിന്റ്. ഈ ഒരു പോയിന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഈ 6 പോയിന്റ് വെച്ച് ഞാൻ എലിജിബിൾ ആണ് പോകാനായിട്ട് കേട്ടോ. അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ പോകാനായിട്ട് എലിജിബിളാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ഡിഗ്രി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അതിന് ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരാളുടെ ആവശ്യമില്ല നിങ്ങൾക്ക് പോകാനായിട്ട്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡിഗ്രി, നിങ്ങളുടെ ലൈസൻസ്, നിങ്ങളുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഒരു ഡാറ്റാബേസ് ചെക്കാണ്. ഇതിനകത്ത് നിങ്ങൾ എടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഓപ്പൺ ആയിട്ടുള്ളൂ. ആരും തന്നെ അപ്ലൈ ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. ഇവിടെ എനിക്ക് പോലും എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഇതിനകത്ത് വെബ്സൈറ്റിലുള്ള കാര്യങ്ങൾ പറയുന്നത്. സോ എനാബിൻ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ ഡിഗ്രി അതിനകത്ത് ഉണ്ടോ, ലിസ്റ്റിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. പ്രൂഫ് ഓഫ് ഫിനാൻഷ്യൽ മീൻസ്, അതായത് ഫിനാൻഷ്യൽ പ്രൂഫ് കാണിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു മെയിൽ വരും. മെയിലിൽ തന്നെ ഇത് കൊടുത്തിരിക്കുന്നത് ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ബെസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കയറി നിങ്ങൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാം. അതിന് ഇതിൽ കൊടുത്തിട്ടുണ്ട് എസ്പാട്രിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കയറി ബ്ലോക്ക്ഡ് അക്കൗണ്ട് എമൗണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. സോ അത് കാണിച്ചു കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രൂഫ്. നിങ്ങൾ എംബസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് റെഡി. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റിംഗ് എ ജോബ് ഇൻ ജർമ്മനി. അതെ, തീർച്ചയായിട്ടും നമുക്കൊരു എൻട്രി മാത്രമല്ല ഗവൺമെൻറ് തരുന്നത്. അവിടെ ജോബ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു അതിനകത്ത് കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. ഞാനും കയറി അതിനകത്ത് രജിസ്റ്റർ ചെയ്തു. സിമ്പിളാണ്. പേരും ഡീറ്റെയിലും ഇമെയിലും മാത്രം കൊടുത്താൽ മതി. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന ഈ പറഞ്ഞ ചാൻസൺ കാറ്റയുടെ ജോബ്സ് ഇതിനകത്ത് നിങ്ങൾക്ക് വരും. നിങ്ങളുടെ
ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ അതിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം. അതല്ലാതെയും ജോബ് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരും. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അടുത്തത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. അതായത് വൺസ് നിങ്ങൾ ഒരു 6 പോയിന്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇമെയിൽ ഐ ഡി വരും. ആ ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇമെയിൽ ഐ ഡി ലിങ്ക് വരും. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വരും. ഈ വെബ്സൈറ്റിനകത്ത് നിങ്ങളുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യാനും, നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രൂഫ് കാണിക്കാനും, അത് മാത്രമല്ല ജോബ് കണ്ടെത്താനുള്ളതും, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ളതും, അതും എക്സ്പാട്രിയ എന്നുള്ളൊരു സംഭവം തന്നെയാണ്. അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ഇതെല്ലാം ഗവൺമെന്റ് തരുന്ന സംവിധാനങ്ങളാണ്. വേറെ എവിടെയും നിങ്ങൾ പോയി എടുക്കേണ്ട, ഒരാളുടെയും കൈയും കാലും പിടിച്ച്. നമുക്ക് ജർമ്മനിയിൽ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് വേണം. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് എക്സ്പാട്രിയ വെബ്സൈറ്റിൽ കയറി എടുക്കാം. വൺസ് ഒരു 20 hours ജോബ് കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനും സാധിക്കും. ഓക്കെ. അപ്പോൾ അടുത്തത് നമ്മൾ കൊടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനും വേറെ എവിടെയും പോകണ്ട. ഈ ചാൻസൺ കാർട്ടയുടെ ഇതിൽ തന്നെ ഒരു ടെംപ്ലേറ്റ് കിട്ടും. ആ ടെംപ്ലേറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഫറൻസ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള ഫോം പോലെ ടെംപ്ലേറ്റ് ആണ്. സോ അത് ഫില്ല് ചെയ്യുക, എടുത്ത് കയ്യിൽ വെക്കുക. ഓക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വിസയ്ക്ക് പോകുന്ന സമയത്താണ് നമുക്ക് കൊടുക്കേണ്ടത്. തൊട്ടടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി എംബസിയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എംബസി ഫൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം. നമുക്ക് ഇന്ത്യയിൽ കുറേ എംബസി സ്ലോട്ട്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഒന്ന് ഡൽഹി, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ, കൊൽക്കത്ത, ഇവിടെ എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അടുത്ത് കൊൽക്കത്ത, ബാംഗ്ലൂരാണ്. നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ വേറെ ഒരു ആളുടെയും കൈ പിടിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫോം ഫില്ലപ്പ് ചെയ്യുക. അപ്പം നിങ്ങൾ കാണുമ്പോൾ ഈ ഫോം ഫില്ലപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം സ്ലോട്ടുകൾ അവൈലബിൾ അല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ നിങ്ങൾ 24 hours ഇതിനകത്ത് കണ്ണും നട്ടിരിക്കുക. കാരണം സ്ലോട്ടുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഫോം ഫില്ലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് ഫില്ലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് ആ സ്ലോട്ട് ഓപ്പൺ അല്ല എന്ന് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ ലൊക്കേഷൻ വേണ്ടത്, ന്യൂഡൽഹി ആണോ, മുംബൈ ആണോ, ബാംഗ്ലൂർ ആണോ, ചെന്നൈ ആണോ നോക്കിയിട്ട് അവിടെ എടുക്കുക, സ്ലോട്ട് എടുക്കുക. എന്നിട്ട് അവിടെ ഫോമുകൾ ഉണ്ടാവാം. ആ ഫോമുകൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസും പറഞ്ഞ ഇതേപോലെ തന്നെ റെഫറൻസിൻ്റെയും ലോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, മറ്റേ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഇൻഷുറൻസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫില്ല് ചെയ്യേണ്ടതായിട്ട് ഇതിനകത്ത് വരിക. ഈ ഒരു വീഡിയോ നമുക്ക് ഇത്രയൊക്കെയാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അത് ഓപ്പൺ ആയി കാണാത്തതുകൊണ്ട്. മാത്രമല്ല ഇപ്പോൾ ചാൻസൺ കാർഡയുടെ വെബ്സൈറ്റ് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡൗൺ ആണ്. കാരണം എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ സമയത്ത് അതിനകത്ത് കയറിയിരിപ്പുണ്ടാവും. അപ്പോൾ ഈ സാധനം ഫില്ല് ചെയ്യുന്ന പരിപാടി വരെ നിങ്ങൾക്ക് ചെയ്യാം. ആദ്യമായിട്ട് ഓപ്പൺ ആകുന്നത് കൊണ്ട് തന്നെ ആർക്കും തന്നെ ഇതിൽ കൂടുതലൊരു ഇൻഫർമേഷൻ തരാനായിട്ട് സാധിക്കില്ല. കാരണം ഇതിൻ്റെ വെബ്സൈറ്റ് ഇപ്പോൾ ഡൗൺ ആയതുകൊണ്ടും ഇല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ്സ് അവൈലബിൾ ആകാത്തതുകൊണ്ട് തന്നെ അതിനകത്ത് കയറാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇനി കൂടുതൽ അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതിനകത്ത് കയറി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കും. ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവിടെ ഓരോന്ന് ചോദിക്കും. ആ ചോദിച്ചൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ചോദിക്കാൻ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടും ബയോമെട്രിക്സിന് വേണ്ടിയിട്ട്. ആ സമയത്ത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതുപോലെ എക്സ്പീരിയൻസ് നിങ്ങൾ ആ ടെംപ്ലേറ്റ് അതിനകത്ത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. വൺസ് നിങ്ങൾ പോയിന്റ്സ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിലിലേക്കാണ് ഇത് വരുന്നത്. അപ്പോൾ ഇമെയിലിലേക്ക് വരുന്ന ലിങ്കിലൂടെ കയറിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അല്ലാതെ എനിക്കിപ്പോൾ എൻ്റെ ഇമെയിലിൽ വന്ന ലിങ്ക് എടുത്ത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഈ ടെംപ്ലേറ്റ്സ്, എക്സ്പീരിയൻസിൻ്റെ ടെംപ്ലേറ്റ്സ് കൊടുക്കുക. അത് മാത്രമല്ല ഫിനാൻഷ്യൽ പ്രൂഫ്, അത് ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിച്ചാൽ എക്സ്പീരിയ എന്നുള്ള സാധനത്തിൻ്റെ അതെടുത്ത് കൊടുക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുക. ലാംഗ്വേജിൻ്റെ പ്രൂഫ് എടുത്ത് കൊടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് എംബസി പോകേണ്ടി വരും ബയോമെട്രിക്സ് കൊടുക്കാനും. ഈ പറഞ്ഞ കാര്യങ്ങൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ സാങ്ഷൻ ചെയ്ത് കിട്ടും. ഇത്രയായിരിക്കും ഇതിനകത്ത് ഇനി നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു റിക്വസ്റ്റും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ ഇതിന് വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്തിട്ട്, ഇപ്പോൾ ആരും അപ്ലൈ ചെയ്യുന്നില്ല, എനിക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ നിന്ന് ഇനി UK നിന്ന് ജർമ്മനിക്ക് പോകാനുള്ള ഇപ്പോൾ തൽക്കാലം പ്ലാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് സഹിതം നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാം. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഞാനത് മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ